നിലമ്പൂരിൽ ജമാഅത്തെ ഇസ്ലാമി UDFന് പിന്തുണ പ്രഖ്യാപിച്ചതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു രാഷ്ട്രീയ വിവാദമായിരിക്കുന്നത്. CPMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെയാണ് ആദ്യത്തെ വെടിപൊട്ടിച്ചത്. UDF എല്ലാ കാലത്തും വർഗീയ ശക്തികളുമായി കൂട്ടുപിടിച്ചിട്ടാണ് തിരഞ്ഞെടുപ്പുകളെല്ലാം ജയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളെല്ലാം പാലക്കാട് ഉൾപ്പെടെയെല്ലാം UDF ജയിച്ചത് അങ്ങനെയാണ് എന്നാണ് MV ഗോവിന്ദൻ പറഞ്ഞത്. ഇതിന് ഉടനെ തന്നെ VD സതീശന്റെ മറുപടി ഉണ്ടായി. കാരണം CPMന്റെ PDP ബാന്ധവം പറഞ്ഞുകൊണ്ടാണ് VD സതീശൻ ഇതിനെ പ്രതിരോധിച്ചത്. കാരണം ബാംഗ്ലൂർ സ്ഫോടന കേസിൽ ഉൾപ്പെടെയല്ല ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു എന്നൊക്കെ ആരോപിക്കപ്പെടുന്ന അതിൽ വിചാരണ നേരിടുന്ന അബ്ദുൾ നാസർ മദനിയുമായി കൂട്ടുകൂടുന്നതിന് CPMന് പ്രശ്നമില്ല, അപ്പോൾ വർഗീയതയില്ല എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് VD സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. അതോടൊപ്പം തന്നെ BJPയുടെയും പ്രതികരണം ഈ സംഭവത്തിൽ വന്നു കഴിഞ്ഞു. കാരണം ഭീകര സ്വഭാവമുള്ള നിലപാടുകളുള്ള ജമാഅത്തെ ഇസ്ലാമി PDP ഉൾപ്പെടെയുള്ള കക്ഷികളുമായൊക്കെ ബാന്ധവം സ്ഥാപിക്കുന്ന UDF LDF നിലപാടുകൾ ഒരു അപകട രാഷ്ട്രീയമാണ്, ഒരു അരാജകത്വ രാഷ്ട്രീയമാണ് എന്നുള്ള പ്രതികരണമെല്ലാം തന്നെ BJPയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം ആ പ്രതികരണങ്ങൾ കാണാം, അതിനുശേഷം അതിന്റെ വിശകലനത്തിലേക്ക് പോകാം. എല്ലാ വർഗീയ ശക്തികളുമായി ചേർന്ന് മുമ്പോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കേരളത്തിലുള്ളത്. വർഗീയതക്കെതിരായിട്ട് ഒരു അക്ഷരം ഉണ്ടാൻ അവർക്ക് അവകാശമില്ലാത്ത രീതിയിൽ വർഗീയ ശക്തികളുടെ കൂട്ടുകെട്ടായിട്ട് UDF മാറിയിരിക്കുകയാണ്. PDPയും അതുപോലെ തന്നെ ജമാഅത്ത് ഇസ്ലാം ഒരുപോലെയാണോ? ജമാഅത്ത് ഇസ്ലാം ലോകത്തെമ്പാടുമുള്ള ഒരു വർഗീയ ശക്തിയാണ്. ലോകത്തെ ഇസ്ലാമിക രാഷ്ട്രം പോകണമെന്ന് RSS പറയുന്നത് പോലെ അതിന് കൗണ്ടർ പാർട്ടായിട്ട് പറയുന്ന ഒരു പാർട്ടിയാണ്. ആ നിലപാടെന്നുള്ളല്ലോ PDP എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട്. പീഡിപ്പിക്കപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമല്ലേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം. തീവ്രവാദ പ്രവർത്തനം നടത്തിയ മദനിയെ പിടിച്ച് തമിഴ്നാട് പോലീസിന് കൈമാറി എന്ന് PRGയുടെ രേഖയിൽ ഇട്ട സർക്കാരാണ് LDF സർക്കാർ. ഇപ്പോൾ ആ മദനിയുടെ PDPയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഷമവുമില്ല. വെൽഫെയർ പാർട്ടി UDFന് പിന്തുണ കൊടുത്ത ഇതിനാണ് ഇരട്ടത്താപ്പ് എന്ന് പറയുന്നത്. ഓന്തിനെ പോലെ നിറം മാറി വർഗീയ വിരുദ്ധത പറയുന്നത് ഇരട്ടത്താപ്പാണ്. അതൊക്കെ ജനങ്ങൾ തിരിച്ചറിയും. ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള UDFന്റെ തീരുമാനവും ISSന്റെ PDPയുടെ പിന്തുണ സ്വീകരിക്കാനുള്ള LDFന്റെ തീരുമാനവും കേരളത്തിലെ മതനിരപേക്ഷതയ്ക്ക് വലിയ പോറലാണ് ഏൽപ്പിക്കാൻ പോകുന്നത്. ഒരു തെരഞ്ഞെടുപ്പിൽ 4 വോട്ട് കിട്ടും എന്നുള്ളത് കൊണ്ട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കുന്ന, നാടിനെ കലാപത്തിലേക്ക് നയിക്കുന്ന ശക്തികളെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനമാണ്.